ഇതൊരു സൂചനയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. നമ്മൾ സെൻസർ ബോർഡ് ആവശ്യമില്ല. സെൻസർ ബോർഡ് ഇത് ചെയ്യാതെ തന്നെ നമ്മൾ വേറെ റിലീസ് ചെയ്താൽ എന്താണ് കുഴപ്പം? ആ രീതിയിലോട്ട് മാറേണ്ടി വരും. ഇങ്ങനെ നിർബന്ധിപ്പിക്കലേ എന്നാണ് നമ്മൾ പറയുന്നത്. സമാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പത്മകുമാറിന്റെ സിനിമ അതിൽ തന്നെ ജാനകി എന്നുള്ള പേര് ജയന്തി എന്നടക്കം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടും. ഏറ്റവും കൂടുതൽ സെൻസർ പ്രോബ്ലം നേരിട്ടുള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എൻ്റെ കടുവ എന്ന സിനിമ തന്നെ ഒരു ചെറിയ പ്രശ്നത്തിൽ അതിൻ്റെ ഫുൾ പേര് മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കി ഞങ്ങൾ പേര് മാറ്റി കൊടുത്തു. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അപ്പം കട്ട് ചെയ്ത് കളയുകയാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു നിയമവും സൗത്ത് ഇന്ത്യയിലെ ഒരു നിയമമാണ് ഇവിടെ ഈ സെൻസർ ബോർഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ എന്തോ എല്ലാം കണിശമാണ്. അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ എന്ത് വേണോ പേരാണ്. ഇവിടെയാണ് പ്രോബ്ലം. ഈ സെൻസർ ബോർഡ് ഓഫീസേ നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കേന്ദ്രമന്ത്രിയുടെ ഒരു സിനിമ കൂടിയാണ്. അതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡ് കത്രിക വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിനോട് എങ്ങനെ? അതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരാൾക്ക് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ ഓഫീസ് രണ്ടുപേരും പ്രോട്ടോകോൾ നിയമം ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം. ട്രെയിലർ ഒന്നും ഇറങ്ങുന്ന സമയത്ത് ഇല്ലാത്തൊരു വേവലാതി ഇപ്പോഴെന്താണ് അവർ കാട്ടുന്നത്? അതാണ് ഇത് ആരോ ഇതിനകത്തൊരു വർഗീയ നിറം കൊടുക്കുകയാണ്, അതിനകത്ത് കുത്തിക്കയറ്റുകയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയത്തിന് ഈ കലാരൂപങ്ങളെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിയമം. സമര പരിപാടിക്ക് ശേഷം ഇനി എന്താണ് ചലച്ചിത്ര അത് ഇത് കഴിഞ്ഞ ഉടനെ തീരുമാനിക്കും. എന്താണ് ഇവരുടെ മൂവ്മെന്റ് നമുക്ക് അറിയട്ടെ.